നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. UAE ഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച ഇത്തിഹാദ് റെയിലിന്റെ ആദ്യ പാസഞ്ചർ സർവീസ്. ഫുജൈറയ്ക്കും അബുദാബിക്കുമിടയിൽ ആരംഭിച്ച സർവീസിന് ഗംഭീര വരവേൽപ്പ്. ആദ്യ ദിനം തന്നെ വിറ്റഴിഞ്ഞത് 10,000-ലേറെ ടിക്കറ്റുകൾ. UAE-യിൽ ഇന്ധനവില കുറയും. എല്ലാ വിഭാഗം പെട്രോളുകൾക്കും ഡീസലിനും ഗണ്യമായ വിലക്കുറവ്. പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. വിഴിഞ്ഞം തുറമുഖത്തിന് വൻ വിദേശ നിക്ഷേപം. MSC കപ്പൽ കമ്പനി അദാനിയുമായി കൈകോർക്കുന്നു. 49% ഓഹരി MSC സ്വന്തമാക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ MSC നിക്ഷേപിക്കുക 13,000 കോടി. കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപം. കോച്ചിംഗ് സെന്ററുകൾക്ക് പിടിവീഴുന്നു. ദേശീയ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. JEE, NEET, CUET പരീക്ഷകൾ പരിഷ്കരിക്കും. പരസ്യങ്ങൾക്ക് കടിഞ്ഞാണിടും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോച്ചിംഗ് പരമാവധി 3 മണിക്കൂർ മാത്രം. തീവ്ര കോച്ചിംഗ് 12ാം ക്ലാസ്സിന് ശേഷം മാത്രം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾക്കെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. FCRA ഭേദഗതിക്കെതിരെ നാളെ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും. എൽ നിനോ പ്രതിഭാസം ശക്തമാകുന്നു. ജൂലൈയിലും രാജ്യത്ത് മഴ കുറയുമെന്ന് മുന്നറിയിപ്പ്. ഉഷ്ണതരംഗത്തിൽ ചുട്ടുപൊള്ളി യൂറോപ്പ്. ഒരാഴ്ചയ്ക്കിടെ 1300-ലധികം ആളുകൾ മരിച്ചതായി കണക്കുകൾ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട്. കാസർഗോഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. അസമിലും അരുണാചലിലും പ്രളയഭീതി. UAE-യുടെ ഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച ഇത്തിഹാദ് റെയിലിന്റെ ആദ്യ പാസഞ്ചർ സർവീസ് ഇന്ന് ആരംഭിച്ചു. രാജ്യത്തിനാകെ അഭിമാനം നൽകുന്ന പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. പുലർച്ചെ 5:34 ഫുജൈറയിലെ അൽ ഹിലാൽ സിറ്റി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ 1 മണിക്കൂർ 45 മിനിറ്റിനുള്ളിൽ അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി സ്റ്റേഷനിലെത്തി. വിശാലമായ സീറ്റുകൾ, എല്ലാ സീറ്റുകളിലും സൗജന്യ വൈഫൈ, USB ചാർജിംഗ് പോർട്ടുകൾ, പവർ സോക്കറ്റുകൾ, ലഗേജ് സൂക്ഷിക്കാനുള്ള പ്രത്യേക ഇടങ്ങൾ എന്നിവ ട്രെയിനിലുണ്ട്. പ്രീമിയം ക്ലാസ് യാത്രക്കാർക്ക് കോംപ്ലിമെന്ററിയായി ചായ, കാപ്പി, ലഘുഭക്ഷണങ്ങൾ എന്നിവ ലഭിക്കും. സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ ട്രോളി സർവീസിലൂടെ ഇവ വാങ്ങാനും സൗകര്യമുണ്ട്. സ്റ്റേഷനുകളിലും യാത്രക്കാരെ ആകർഷിക്കുന്ന നിരവധി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകൾ, വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വ്യക്തമായ സൈനേജുകൾ, സഹായത്തിനായി ജീവനക്കാർ എന്നിവ യാത്രയെ കൂടുതൽ സുഗമമാക്കുന്നു. മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനിൽ പരമാവധി 400 യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും. ആദ്യഘട്ടത്തിൽ അബുദാബി ഫുജൈറ സർവീസോടെയാണ് തുടക്കമെങ്കിലും വരും മാസങ്ങളിൽ ദുബായ്, അൽദൈദ്, ഷാർജ തുടങ്ങിയ നഗരങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനാണ് പദ്ധതി. യാത്രാ സമയം കുറയ്ക്കുന്നതോടൊപ്പം സുരക്ഷിതവും സുഖകരവും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത മാർഗം ഒരുക്കുകയെന്നതാണ് ഇത്തിഹാദ് റെയിലിലൂടെ UAE ലക്ഷ്യമിടുന്നത്. പൊതുഗതാഗത രംഗത്തെ സുപ്രധാന ചുവടുവയ്പ്പാണ് രാജ്യത്തെ വിവിധ എമിറേറ്റ്സുകളെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി. ഒരു വിമാനത്തിൽ ലഭിക്കുന്ന അതേ സൗകര്യങ്ങളാണ് എത്തിഹാദ് റെയിൽ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. എത്തിഹാദ് റെയിലിൽ നിന്നും ജെറിൻ ജേക്കബ്, അമൃത ന്യൂസ്. UAE-യിൽ ജൂലൈ 1 മുതൽ ഇന്ധനവില കുറയും. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന് വിലക്കുറവ് വന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കുന്നത്. എല്ലാ വിഭാഗം പെട്രോളുകൾക്കും ഡീസലിനും ഗണ്യമായ വിലക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂണിനെ അപേക്ഷിച്ച് ജൂലൈയിൽ സൂപ്പർ പെട്രോളിനും സ്പെഷ്യൽ പെട്രോളിനും E+ പെട്രോളിനും ലിറ്ററിന് 55 ഫിൽസ് വീതവും ഡീസലിന് ലിറ്ററിന് 73 ഫിൽസ് വീതവുമാണ് കുറഞ്ഞത്. സൂപ്പർ പെട്രോളിന് ലിറ്ററിന് 3 ദിർഹം 40 ഫിൽസും സ്പെഷ്യൽ പെട്രോളിന് ലിറ്ററിന് 3 ദിർഹം 29 ഫിൽസും E+ പെട്രോളിന് ലിറ്ററിന് 3 ദിർഹം 21 ഫിൽസുമാണ് അടുത്ത മാസം നൽകേണ്ടി വരിക. ഡീസൽ ലിറ്ററിന് 3 ദിർഹം 60 ഫിൽസാണ് ജൂലൈ മാസത്തിലെ വില. പുതിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. വിഴിഞ്ഞം തുറമുഖ വികസനത്തിൽ വമ്പൻ വിദേശ നിക്ഷേപം. അദാനിക്കൊപ്പം കൈകോർക്കാൻ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSCയും അദാനി പോർട്സ് ലിമിറ്റഡിന്റെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSC സ്വന്തമാക്കുന്നു. തുറമുഖ വളർച്ചയിൽ വൻ കുതിച്ചുചാട്ടമെന്നും വിഴിഞ്ഞം ആഗോള ഹബ്ബായി മാറുമെന്നും അദാനി പോർട്സ് അധികൃതർ വ്യക്തമാക്കി.
അതിവേഗം കുതിച്ചുപായുന്ന വികസന നേട്ടമാണ് ലോകത്തെ ഷിപ്പിംഗ് ഭീമന്മാരായ MSC കമ്പനിയിലൂടെ വിഴിഞ്ഞം തുറമുഖം കൈവരിക്കാൻ പോകുന്നത്. അദാനി പോർട്ട് ലിമിറ്റഡിന്റെ 49% ഓഹരിയാണ് MSC കമ്പനി ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ 27,000 കോടി രൂപയുടെ പദ്ധതിയിൽ MSCയുടെ നിക്ഷേപം 13,000 കോടി രൂപയായി മാറുകയാണ്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം കൂടിയാണ്. MSCയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡാണ് നിക്ഷേപം നടത്തുന്നത്. വമ്പൻ നിക്ഷേപം വരുന്നതോടെ വിഴിഞ്ഞത്തിന്റെ സ്ഥാപിത ശേഷി വലിയ തോതിൽ ഉയരും. നിലവിൽ 16 ലക്ഷം TEU ശേഷിയുള്ള തുറമുഖം വികസനത്തിലൂടെ 3.5 മടങ്ങ് ഉയർന്ന 57 ലക്ഷം TEUയിലേക്ക് വർദ്ധിക്കും. വിഴിഞ്ഞത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും പശ്ചാത്തല വികസനം കൂടുതൽ മികച്ചതാക്കാനും MSCയുമായുള്ള സഹകരണത്തിലൂടെ സാധിക്കും. നിലവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ വഴി കടന്നുപോകുന്ന ചരക്കുകൾ ഇനി വിഴിഞ്ഞത്തേക്ക് വരും. ബംഗ്ലാദേശിൽ നിന്നുള്ള ചരക്കുകൾ വലിയ തോതിൽ തന്നെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കാനും കഴിയുമെന്ന് അദാനി പോർട്സ് അധികൃതർ ചൂണ്ടിക്കാട്ടി. വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നത് കേരളത്തിനും സാമ്പത്തികമായി വലിയ കുതിപ്പേകും. സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിലും ലാഭവിഹിതമായും വൻ വരുമാനമുണ്ടാകും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കിയ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും പരീക്ഷാ സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. സമയോചിത ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നുവെന്ന ഭേദഗതി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് BJP അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടു. വി മുരളീധരൻ അടക്കം 3 അംഗങ്ങളുടെ ഭേദഗതി നിർദ്ദേശം സഭ വോട്ടിനിട്ട് തള്ളി. FCRA ഭേദഗതിക്കെതിരെ നിയമസഭയിൽ നാളെ പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിക്കുക. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുകയും മാനസികമായി തളർത്തുകയും ചെയ്ത ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 വർഷത്തിനിടെ നിരവധി വിദ്യാർത്ഥികൾ രാജ്യത്ത് ആത്മഹത്യ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും ഗൗരവം അംഗീകരിക്കാതെ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. പരീക്ഷാ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകളും ക്രമക്കേടുകളും പുറത്തു വന്നിട്ടും അവയുടെ ഗൗരവം യഥാസമയം അംഗീകരിക്കാതെ ഫലപ്രദമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കേന്ദ്ര സർക്കാരിന്റെയും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെയും സമീപനം പ്രതിഷേധാർഹമാണ്. ഇത്തരം ആവർത്തിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങൾ നിലവിലെ കേന്ദ്രീകൃത പരീക്ഷാ നടത്തിപ്പ് സംവിധാനത്തിന്റെ കാര്യക്ഷമത, ഉത്തരവാദിത്തം, വിശ്വാസ്യത എന്നിവയെക്കുറിച്ച് ഗൗരവമായ സംശയങ്ങൾ ഉയർത്തുന്നു. അതേസമയം ഏതാനും പേർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായ ഇടപെടൽ നടത്തിയ കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നതായി പ്രമേയത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഏതാനും ചിലർ വരുത്തിയ വീഴ്ചയിൽ സമയോചിതമായും ഫലപ്രദമായും ഇടപെട്ട കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും ഇടപെടലിനെ ഈ സഭ പ്രശംസിക്കുന്നു. വി മുരളീധരൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിച്ചുവെങ്കിലും അവ 3ഉം ശബ്ദ വോട്ടിനിട്ട് സഭ തള്ളുകയായിരുന്നു. അതേസമയം പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. JEE, നീറ്റ്, CUET പരീക്ഷകളിലും പരിശീലനത്തിനും നിർണായക നിയമപരിഷ്കാരം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നീക്കം. കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്കായി ദേശീയ നിയമം കൊണ്ടുവരും. കോച്ചിംഗ് സെന്ററുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടോപ്പർ പരസ്യങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. JEE, നീറ്റ്, CUET പരീക്ഷകളിലും പരിശീലനത്തിനും നിർണായക മാറ്റങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനത്തിനായി ദേശീയ തലത്തിൽ ഏകീകൃത നിയമം കൊണ്ടുവരും. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. കോച്ചിംഗ് സെന്ററുകൾ അധ്യാപകരുടെ യോഗ്യത, യഥാർത്ഥ വിജയനിരക്ക് എന്നിവ വെളിപ്പെടുത്തണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കും. കോച്ചിംഗ് സെന്ററുകളുടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ടോപ്പർ പരസ്യങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 മണിക്കൂർ വരെ കോച്ചിംഗ് പരിധി നിശ്ചയിക്കും. കൂടാതെ 12ാം ക്ലാസ്സിന് ശേഷം മാത്രം തീവ്ര കോച്ചിംഗ് നൽകാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും. ഇക്കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിയോഗിച്ച സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. പുതിയ നിയമത്തിലൂടെ കോച്ചിംഗ് സെന്ററുകളുടെ പ്രവർത്തനത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസം ശക്തമാകുന്നു. ജൂലൈ മാസത്തിലും രാജ്യത്ത് മഴ കുറയുമെന്ന് മുന്നറിയിപ്പ്. 1901 ശേഷമുള്ള 5ാമത്തെ ഏറ്റവും വരണ്ട ജൂണാണ് ഇത്തവണത്തേത്. മഴയിൽ 39% കുറവാണ് രേഖപ്പെടുത്തിയത്. കാർഷിക മേഖലയെയും സമ്പദ്വ്യവസ്ഥയെയും മഴക്കുറവ് കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ജൂലൈയിലും മഴ കുറയുമെന്ന മുന്നറിയിപ്പ്. മധ്യ പടിഞ്ഞാറൻ വടക്കൻ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ കുറയാൻ സാധ്യതയുണ്ടെങ്കിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ കിഴക്കൻ ഇന്ത്യയിലും സാധാരണ മഴ ലഭിച്ചേക്കാം എന്നാണ് പ്രവചനം. യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശക്തമായ ഉഷ്ണതരംഗമാണ്. ഒരാഴ്ചയായുള്ള കനത്ത ചൂടിൽ 1300-ലധികം മരണങ്ങൾ രേഖപ്പെടുത്തി. താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്നതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തലനുസരിച്ച് ഹീറ്റ് ഡോം, ഒമേഗ ബ്ലോക്ക് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങളാണ് ഉഷ്ണതരംഗത്തിന് കാരണം. ചൂടുള്ള വായുവിനെ ഒരു കുടത്തിനുള്ളിൽ എന്ന പോലെ പുറത്തേക്ക് പോകാനാകാത്ത വിധം അന്തരീക്ഷത്തിൽ കുടുക്കിയിടുന്നതാണ് ഈ അവസ്ഥ. കഠിനമായ ഉഷ്ണതരംഗത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആരോഗ്യമേഖല തകിടം മറിഞ്ഞിരിക്കുകയാണ്. പാരീസ്, റോം, വെനീസ്, മിലാൻ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ എമർജൻസി വിഭാഗങ്ങളിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ 1/3 വർധനവുണ്ടായി. 65 വയസ്സിന് മുകളിൽ പ്രായമായവരും കെയർ ഹോമുകളിൽ കഴിയുന്നവരുമാണ് ഉഷ്ണതരംഗത്തിന്റെ പ്രധാന ഇരകൾ. കടുത്ത ചൂടിൽ നിന്ന് ആശ്വാസം തേടി നദികളിലും തടാകങ്ങളിലും നീന്താനിറങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ മരിച്ചത്. യൂറോപ്പിലെ പ്രധാന നദികളായ ഡാന്യൂബും പോ നദിയും വറ്റിവരണ്ടു. പ്രതിസന്ധി രൂക്ഷമായതോടെ ഫ്രാൻസിൽ സ്കൂളുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചുപൂട്ടി. ഫ്രാൻസിനെ കൂടാതെ ജർമ്മനി, ബ്രിട്ടൻ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളെയും ഉഷ്ണതരംഗം അതിരൂക്ഷമായി ബാധിച്ചു. റോം, വെനീസ്, മിലാൻ ഉൾപ്പെടെയുള്ള 18 ഇറ്റാലിയൻ നഗരങ്ങളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ കാട്ടുതീ ഭീഷണിയിലുമാണ്. കടുത്ത ചൂട് യൂറോപ്പിന്റെ അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തു. ജർമ്മനിയിലെ പ്രശസ്തമായ ഓട്ടോബാൻ ഹൈവേയിൽ കോൺക്രീറ്റ് പാളികൾ ചൂടിൽ വിണ്ടുകീറി. ഉരുകിയൊലിക്കുന്ന ട്രാഫിക് ലൈറ്റുകൾ, വിണ്ടുകീറിയ റോഡുകൾ, വളഞ്ഞു തുടങ്ങിയ റെയിൽവേ ട്രാക്കുകൾ എന്നിങ്ങനെ ഗതാഗതത്തെയും ഉഷ്ണതരംഗം പ്രതികൂലമായി ബാധിച്ചു. ഫ്രാൻസിൽ കടുത്ത ചൂടിന് പിന്നാലെയുണ്ടായ കൊടുങ്കാറ്റിലും ഇടിമിന്നലിലും 36,000-ഓളം വീടുകളിൽ വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആണവ റിയാക്ടറുകൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന നദിയിലെ വെള്ളത്തിന്റെ താപനില ഉയർന്നതോടെ ഹംഗറിയിലെ പാക്സ് ആണവ നിലയത്തിലും ഫ്രാൻസിലെ ചില ആണവ നിലയങ്ങളിലും ഉത്പാദനം കുറച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അസം ഉൾപ്പെടെ വടക്കു കിഴക്കൻ മേഖലയിൽ കനത്ത മഴ തുടരുന്നു. അസമിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി 6 ജില്ലകളിൽ വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടവും സംഭവിച്ചു. അസം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ടെലിഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നാളെയും അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും അതിശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ ഉൾപ്പെടെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനുൾപ്പെടെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധിയുണ്ടെന്നും ചില ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതായും മന്ത്രി സണ്ണി ജോസഫ്. ജൂൺ അവസാനിച്ചിട്ടും ആവശ്യമായ മഴ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ജൂണിൽ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലത്തിന്റെ ലഭ്യത 60% ഇപ്പോൾ 20% കുറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. നാളെ നിയമസഭയിൽ ചട്ടം 300 പ്രകാരം പ്രസ്താവന നടത്തും. 4 തെക്കൻ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുകയാണ്. കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം വൈദ്യുതി വാങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ വില കൊടുത്ത് പകൽ സമയത്ത് 19 പൈസ കിട്ടുന്ന വൈദ്യുതി രാത്രി നമുക്ക് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാനില്ല.
കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന് അതിൻ്റെ നിയമമനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് അപേക്ഷ നൽകി ഹിയറിംഗ് നടത്തി ഇന്നലെ അതിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും. 4-5 ദിവസം. വൈദ്യുതി നിയന്ത്രണത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 10 വർഷത്തിന് ശേഷം UDF ഭരിച്ചിരുന്ന കാലത്തെ പവർ കട്ട് തിരിച്ചുവരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. കേരളത്തിൽ പഴയ UDF 10 കൊല്ലം മുമ്പുള്ള കാലത്തെ ഇരുട്ട് തിരിച്ചു വരികയാണ്. ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യം, അതിന് ഉറപ്പുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം, അതാണ് നമ്മളിപ്പോൾ വീണ്ടും പവർ കട്ടിലേക്കും ലോഡ് ഷെഡിലേക്കും തിരിച്ചു പോകുന്നതിൻ്റെ കാഴ്ച കാണാൻ കഴിയുന്നത്. ആസൂത്രണത്തിലെ ഈ പിഴവ് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്നതിനിടയാക്കിയത് എന്നത് നമുക്ക് അറിയാം. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് അനുബന്ധ കോൺസുലർ സേവനങ്ങളുടെ പുതുക്കിയ ഫീസ് പട്ടിക പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരക്കുകൾ പുതുക്കിയത്. പുതിയ ഫീസ് 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിൻ്റെ സർക്കാർ ഫീസ് 23 കുവൈത്ത് ദിനാറിൽ നിന്നും 38 ഉയർന്നു. തൽക്കാൽ സേവനത്തിന് ഫീസ് 68 ദിനാറിൽ നിന്നും 76 ദിനാറായും 60 പേജുള്ള ജംബോ പാസ്പോർട്ടിന് 31 ദിനാറിൽ നിന്നും 53 ദിനാറായും തൽക്കാൽ ജംബോയ്ക്ക് 76 ദിനാറിൽ നിന്ന് 91 ദിനാറായും വർദ്ധിച്ചു. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജുള്ള പാസ്പോർട്ടിന് പകരം പുതിയ പാസ്പോർട്ട് ലഭിക്കുന്നതിനുള്ള ഫീസ് 46 ദിനാറിൽ നിന്നും 76 ദിനാറായും അതിൻ്റെ തൽക്കാൽ സേവനം 91 ദിനാറിൽ നിന്ന് 114 ദിനാറായും ഉയർന്നു. 60 പേജുള്ള ജംബോ പാസ്പോർട്ടിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഫീസ് 53 ദിനാറിൽ നിന്ന് 91 ദിനാറായും തൽക്കാൽ സേവനത്തിന് 91 ദിനാറിൽ നിന്ന് 129 ദിനാറായും പുതുക്കി. കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും നൽകുന്ന പുതിയ പാസ്പോർട്ടിൻ്റെ ഫീസ് 15 ദിനാറിൽ നിന്നും 25 ദിനാറായി ഉയർന്നു. 18 വയസ്സിന് താഴെയുള്ളവർക്ക് തൽക്കാൽ ഫീസ് 61 ദിനാറിൽ നിന്നും 65 ദിനാറായും വർദ്ധിച്ചു. കൗൺസിലർ സേവനങ്ങളിലും നിരക്ക് വർധനയുണ്ട്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, NRI സർട്ടിഫിക്കറ്റ്, NOC, സറണ്ടർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾക്ക് സർക്കാർ ഫീസ് 8 ദിനാറിൽ നിന്നും 13 ദിനാറായി ഉയർന്നു. എമർജൻസി സർട്ടിഫിക്കറ്റ് ഫീസ് 5 ദിനാറായും സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഫീസ് 16 ദിനാറായും തുടരും. എന്നാൽ എംബസി ഫീസിന് പുറമെ കൗൺസിലർ സേവനദാതാക്കളുടെ 6 ദിനാർ സർവീസ് ചാർജും ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് 1 ദിനാറായും അധികമായി നൽകണം. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. പാസ്പോർട്ട് ഒരു പൗരത്വ രേഖയല്ലെന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സൗദി KMCC മക്കയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സൗദി KMCCയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളും വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ മക്കയിൽ ആവശ്യപ്പെട്ടു. പാസ്പോർട്ട് പൗരത്വ രേഖ അല്ല എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തീരുമാനം അത് വലിയ ആശങ്കക്ക് ഇടവച്ചിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. വിദേശ മലയാളികളെ വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശ ഇന്ത്യക്കാരെന്നല്ല, പാസ്പോർട്ട് എന്നുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ പൗരന്റെ ഒരു അവകാശമാണ്. ആ അവകാശം സ്വാഭാവികമായും ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നതിന്റെ രേഖ തന്നെയാണ്. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് തങ്ങൾ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഉറപ്പു നൽകിയതായി KMCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സൗദി KMCCയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2027 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി നിർധനരായ 50 യുവതികളുടെ സൗജന്യ സമൂഹ വിവാഹം നടത്തും. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെ വിവിധ പരിപാടികൾക്ക് പുറമെ പ്രവാസികൾക്ക് നാട്ടിലും സൗദിയിലുമായി നിക്ഷേപം നടത്താൻ ഉതകുന്ന വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകിയതായും KMCC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാസികളുടെ പെൻഷൻ തുക 5000 രൂപ ആക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു.
മറ്റൊന്ന് സൗദി KMCC പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും ഏറെ ഉപകാരപ്പെടുന്ന മെഡിക്കെയർ, പ്രവാസികൾക്ക് നാട്ടിൽ സുരക്ഷിതമായ നിക്ഷേപ പദ്ധതി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ, ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട്ട്, ഭാരവാഹികളായ അഹമ്മദ് പാളയാട്ട്, നിസാം അമ്പാട്, നാസർ വെളിയങ്കോട്, ഹാരിസ് കല്ലായി, നാസർ എടവനക്കാട്, അരിമ്പ്ര അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. കുവൈറ്റിൽ ആരോഗ്യ നിയമങ്ങളുടെ ഗുരുതര ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്വകാര്യ മേഖലയിലെ 7 ആരോഗ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവ്. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഉത്തരവിട്ടത്. കൂടാതെ സൽമിയയിലെ ഒരു മെഡിക്കൽ സെന്ററിനെ കൂടുതൽ അന്വേഷണത്തിനായി മെഡിക്കൽ ലയബിലിറ്റി അതോറിറ്റിക്ക് കൈമാറി. ആരോഗ്യ ലൈസൻസിംഗ് വകുപ്പ്, ഡ്രഗ് ഇൻസ്പെക്ഷൻ വകുപ്പ്, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് എന്നിവ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങളിൽ ഒരു മെഡിക്കൽ സെന്റർ, ഒരു ക്ലിനിക്, ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങൾ, ഹോം ഹെൽത്ത് കെയർ സേവന കമ്പനികൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കുവൈറ്റിൽ കഴിഞ്ഞ മാസത്തിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം വഴി 476.8 കോടി ദിനാറിന്റെ ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ട്. രാജ്യത്തിനകത്തും പുറത്തും നിന്നുമായാണ് പോയിന്റ് ഓഫ് സെയിൽ, ATMകൾ, വെബ്സൈറ്റുകൾ, വാംഡ് മുതലായ സംവിധാനങ്ങൾ വഴി ഇത്രയും ഇടപാടുകൾ നടന്നത്. മുൻമാസത്തെ അപേക്ഷിച്ച് 9.10% വർധനവാണിത്. എന്നാൽ 2025 ഡിസംബർ മാസത്തെ ഇടപാടുമായി താരതമ്യം ചെയ്യുമ്പോൾ 91 ദശലക്ഷം ദിനാറിന്റെ നേരിയ കുറവ് ഉണ്ടായതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ATM കാർഡുകൾ വഴി കഴിഞ്ഞ മാസം അവസാനം വരെ ഏകദേശം 72.35 കോടി ദിനാറിന്റെ ഇടപാടുകളാണ് നടന്നത്. വെബ്സൈറ്റുകൾ വഴി 143.7 കോടി ദിനാറിന്റെയും വാംഡ് വഴി 100 കോടി ദിനാറിന്റെയും ഇടപാടുകൾ നടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സൗദി അറേബ്യയിൽ വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞ 12 മാസത്തിൽ കൂടുതലായ പ്രവാസി തൊഴിലാളികൾക്കും പുതിയ കമ്പനിയിൽ ചേർന്നിട്ട് 6 മാസമായിട്ടും വർക്ക് പെർമിറ്റ് ലഭിക്കാത്തവർക്കും തങ്ങളുടെ രേഖകൾ നിയമവിധേയമാക്കാനുള്ള സമയപരിധി ഈ വർഷം അവസാനം വരെ നീട്ടിയതായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ വിപണിയിലെ നിയമലംഘനങ്ങൾ ഒഴിവാക്കാനും തൊഴിലാളികളുടെയും സ്പോൺസർമാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി അനുവദിച്ച ഈ അധിക സമയത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് പുതുക്കുകയോ പുതിയതെടുക്കുകയോ ചെയ്യാത്തവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം സമയപരിധി തീരുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ തൊഴിലുടമകളും ജീവനക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. മറ്റു വാർത്തകൾ നോക്കാം. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസം നൽകുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ സഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം. ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം പ്രതിപക്ഷ നേതാവ് നടത്തിയെന്നാരോപിച്ച് മുഖ്യമന്ത്രി അടക്കം രംഗത്തു വന്നു. ഫിഷറീസ് മന്ത്രിക്ക് സംസാരിക്കാൻ കഴിവില്ലേ എന്ന പിണറായി വിജയന്റെ പരാമർശമാണ് ബഹളത്തിനിടയാക്കിയത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ സഭയിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മത്സ്യമേഖല കടുത്ത അവഗണന നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുൻ ഫിഷറീസ് മന്ത്രി കൂടിയായ സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസ പദ്ധതി അടക്കം താളം തെറ്റിയെന്നും പുനർഗേഹം പദ്ധതിയുടെ ഭാവി എന്താകും എന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതം, സംസ്ഥാന സർക്കാർ വിഹിതം, കേന്ദ്ര സർക്കാർ വിഹിതം എന്നിവ തുല്യമായി സംയോജിപ്പിച്ചാണ് 6000 രൂപ നൽകുന്നത്. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. എന്നാൽ സമാശ്വാസത്തിന്റെ ആദ്യ ഗഡു വിതരണം ചെയ്തുവെന്നും സാധാരണ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ധനസഹായം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നതെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ മറുപടി പറഞ്ഞു. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും സാർ. ഇതിനിടെ ഫിഷറീസ് മന്ത്രിക്ക് മറുപടി പറയാൻ കഴിവില്ല എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് അപകീർത്തി പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് ഭരണപക്ഷ നിരയിൽ നിന്ന് ബഹളമുണ്ടായി. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ രംഗത്ത് വന്നു. മുതിർന്ന അംഗമായ പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണെന്നും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അത് ഒരിക്കലും അങ്ങേ പോലുള്ള ഒരാൾ ആ ഫിഷറി മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണം. എന്നാൽ താൻ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും മറ്റൊരു മന്ത്രി ഇടയ്ക്ക് കയറി സംസാരിച്ചതിലെ അപാകത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഉണ്ടായതെന്നും പിണറായി വിജയൻ വ്യക്തത വരുത്തി.
ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പൊ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. ബജറ്റിൽ പോലും മത്സ്യമേഖല കടുത്ത അവഗണനയാണ് നേരിട്ടതെന്നും ഇടതു സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികളിൽ നിന്നും UDF പിന്നോട്ട് പോവുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ കരുതലോടെ നീങ്ങാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ, ശരൺ എസ് കർത്ത എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ CMRL ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. SFIO കുറ്റപത്രത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നിലപാടുകളും നിർണായകമാണ്. വീണ വീണ്ടും ഹാജരാകേണ്ട തീയതിയും വൈകാതെ അറിയാം. CMRL എക്സാലോജിക് ഇടപാടിലെ ED അന്വേഷണം ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ 2 തവണ ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇന്നലെ ചോദ്യം ചെയ്ത CMRL ഡയറക്ടർ ശരൺ എസ് കർത്തയുടെ മൊഴികൾ കൂടി വിശദമായി പരിശോധിച്ച ശേഷം ED തുടർ നടപടികളിലേക്ക് കടക്കും. വീണയെ വീണ്ടും വിളിച്ചു വരുത്താൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. CMRL ഡയറക്ടർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും മൊഴികളും രേഖകളും തമ്മിൽ അന്തരമുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ CMRL ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. CMRL എക്സാലോജിക് കരാറിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട ആളുകളെ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. SFIO കുറ്റപത്രത്തിന്മേൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നടപടികളും കേസിൽ നിർണായകമാണ്. SFIO കണ്ടെത്തിയ രേഖകളാണ് ED അന്വേഷണത്തിന് ബലം നൽകുന്ന പ്രധാന ഘടകം. ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികളിൽ നിന്ന് തിരിച്ചടിയുണ്ടായാൽ ED അന്വേഷണത്തെയും അത് ബാധിക്കും. അതുകൊണ്ടുകൂടിയാണ് നിലവിലെ അന്വേഷണത്തിന് ബലം നൽകുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീവ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൊഴികളുടെ വിശ്വാസ്യത സംബന്ധിച്ച് ഇപ്പോഴും EDക്ക് സംശയങ്ങളുണ്ട്. കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടി നൽകുന്ന മൊഴികളാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് നോക്കൌട്ടിൽ കരുത്തരായ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 2:30 മത്സരം. ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ഗോൾ വേട്ടയിൽ മെസ്സിക്ക് തൊട്ടുപിന്നിലുണ്ട്. ലോകകപ്പിൽ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് പട മികച്ച ഫോമിലാണ്. ഗ്രൂപ്പ് ഐയിൽ കളിച്ച 3 മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പിൽ ഒന്നാമതായാണ് നോക്കൌട്ട് റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. ടൂർണമെന്റിൽ ഇതുവരെ ഫ്രാൻസ് ടീം നടത്തിയത് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ്. സെനഗലിനെ 3-1 ഫ്രാൻസ് തോൽപ്പിച്ചത്. 3-0 ഇറാഖിനെതിരെ ഫ്രാൻസ് വിജയിച്ചത്. നോർവേയെ തോൽപ്പിച്ചത് 4-1. ഔസ്മാൻ ഡെംബെലെ ഈ മത്സരത്തിൽ തകർപ്പൻ ഹാട്രിക് നേടി. 2018 ചാമ്പ്യന്മാരായ ഫ്രാൻസ് 2022 ഫൈനലിൽ എത്തിയിരുന്നു. ചരിത്രത്തിലാദ്യമായി തുടർച്ചയായ 3ാമതൊരു ഫൈനലിൽ എത്തുകയെന്ന വലിയ ലക്ഷ്യവുമായാണ് ഫ്രഞ്ച് പട ഈ ലോകകപ്പിൽ ബൂട്ടണിഞ്ഞിരിക്കുന്നത്. കിലിയൻ എംബാപ്പെ ഗോൾവേട്ടയിൽ മെസ്സിക്ക് തൊട്ടുപിന്നിലുണ്ട്. അതേസമയം ഗ്രഹാം പോട്ടറിന്റെ കീഴിൽ കളിക്കുന്ന സ്വീഡൻ ഗ്രൂപ്പ് Fലെ മത്സരങ്ങൾ പൂർത്തിയാക്കി 3ാം സ്ഥാനക്കാരായാണ് നോക്കൌട്ടിലെത്തിയത്. ട്യൂണീഷ്യയെ സ്വീഡൻ തോൽപ്പിച്ചത് 5-1. യാസിൻ അയാരി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ അലക്സാണ്ടർ ഇസാക്, വിക്ടർ ഗോക്രിയസ് എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ 5-1 നെതർലൻഡ്സിനോട് സ്വീഡൻ തോറ്റത് ക്ഷീണമുണ്ടാക്കി. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സ്വീഡൻ ജപ്പാൻ മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞു. യൂറോപ്പിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിര ജോഡികളായ ആഴ്സണലിന്റെ വിക്ടർ ഗ്യോക്രസ്, ലിവർപൂളിന്റെ അലക്സാണ്ടർ ഇസാക് എന്നിവരാണ് ടീമിന്റെ കരുത്ത്. കൂടാതെ ആന്റണി എലങ്ക, ലൂക്കാസ് ബെർഗ്വാൾ എന്നിവരും ശ്രദ്ധേയമായ പ്രകടനം പുറത്തെടുക്കുന്നു. ലോകകപ്പിലെ ശക്തരായ ടീമിലൊന്നാണ് ഫ്രാൻസ്. എങ്കിലും സ്വീഡനെ കുറച്ചു കാണാനാവില്ല. കരുത്തുള്ള മുന്നേറ്റ നിരയെ പ്രതിരോധിക്കാനുള്ള അടവ് ആവനാഴിയിൽ നിറച്ചാണ് ഫ്രാൻസ് കളത്തിലിറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.